ഇനി നിങ്ങൾ എന്നോട് ഒരു അക്ഷരം മിണ്ടാ നിൽക്കണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. കല്യാണം കഴിഞ്ഞ അന്നോട്ട് തുടങ്ങിയ ദുരിതമാണ്. ഇത്രയും കാലമൊക്കെ ഞാൻ സഹിച്ചല്ലേ, ഇനി എനിക്ക് സഹിക്കാൻ വയ്യ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. ഇനി ഈ വീട്ടിൽ ജീവിച്ചാ മതി. നിന്റെ വാശി പുറത്ത് നീ എടുത്ത തീരുമാനമാണ് വീട്ടിൽ നിന്നാ മതി എന്നുള്ളത്. ഞാൻ തീരുമാനിച്ചാലും മനസ്സിലാവണ്ട. അല്ലെങ്കിലും വീട്ടിൽ നിൽക്കാൻ പറ്റൂല. വീടും പൂട്ടിട്ട് വീട്ടുകാരൊക്കെ എങ്ങോട്ടോ പോയിരിക്കാണ്, മനസ്സിലായി? അതെ, നീ വാ, നമുക്ക് നമ്മളെ വീട്ടിൽ പോവാം. അയ്യടെ മനമേ, ഈ പേരും പറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വന്ന വല്ല വിചാരണത് പള്ളി പോയി പറഞ്ഞാ മതി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ തന്തയും തള്ളയും വന്ന് ഈ വാതിൽ ചവിട്ടി പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അകത്ത് കയറ്റിയെടുത്തു. എടി, ഈ കല്യാണം കണ്ട് എന്തോരം പ്രശ്നങ്ങൾ നീ എന്റെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നീ എന്റെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടാ? എന്തിനാ എന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കണ? കല്യാണം കഴിഞ്ഞാൽ എന്നിട്ട് എന്റെ വീട്ടിൽ തന്നെയല്ലേ പൊറുതി? അത് അന്തസ്. അച്ചി വീട്ടിൽ പൊറുക്കണ ഭയങ്കര അന്തസ്സാണല്ലോ. ഞാൻ എന്റെ വീട്ടുകാർ ഈ അന്തസ്സിൽ തന്നെ തീരുമാനിച്ചു, മനസ്സിലായാ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ എന്നോട് കൊണ്ടാക്കാനുള്ള പ്രശ്നം എന്താ? സ്വയം ചിന്തിച്ചു നോക്ക്. സ്വയം ചിന്തിച്ചു നോക്കുന്നേ. ഞാൻ എത്ര ചിന്തിച്ച് എനിക്ക് മനസ്സിലാവില്ല. നിന്റെ അമ്മയുടെ കൂട്ടുകാർ വിളിച്ചോണ്ടിരിക്കുന്നു. ഹലോ, ആ ജലജ ചേച്ചി, എനിക്കറിയാൻ പാടില്ല, അവൾ എന്നോട് കൊണ്ടുവന്നാക്കിയേക്കുന്നു. എന്താണ് കാരണം ചോദിച്ചിട്ട് പറയണ്ട, പിരിയണം പറഞ്ഞോണ്ടിരിക്കണത്. ഇത് നമ്മുടെ ലീലൻ ജയപ്രസാദ് തമ്മിൽ ഇട്ടിപ്പിടിച്ചില്ലേ? എന്നിട്ട് എന്താണ്ടായത്? ജയപ്രസാദ് വീട്ടിൽ പോയി, ജയപ്രസാദ് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത്. ഇതുപോലെ ഞാനും ആത്മഹത്യ. അമ്മ ചേച്ചി, ഞാൻ വിളിക്കാം, പിന്നെ വിളിക്കാം കേട്ടാ. അതെ, ഏത് ലീലയെ ഹരിപ്രസാദിന് വിഷം കൊടുത്ത്? അതല്ലടി, നമ്മുടെ അതിൽ നിർത്തുള്ള ആരില്ലായിരുന്ന? അല്ലല്ല, നമ്മുടെ മാധവ നാരങ്ങ സീരിയലിലെ ഹരിപ്രസാദ് ഇല്ലേ? ഹരിപ്രസാദ് ലീലൻ തമ്മിലടിച്ച്. അതെങ്ങനെ സീരിയല് കാണൂലല്ല? ഈ ഒരൊറ്റ കാരണം കൊണ്ടാ നിങ്ങളെ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നാക്കിയത്, അറിയാമോ? നേരം ഇവിടെ സന്ധ്യയുള്ള ഒരു ഒടുക്കത്തെ സീരിയൽ കാണില്ലേ നിങ്ങൾക്ക്? ഈ സന്ധ്യക്ക് തൊട്ട് രാത്രി വരെ സീരിയൽ കണ്ടിട്ട് പകല് പണിക്ക് പോകാൻ പാടില്ലേ? പകല് റീടെലികാസ്റ്റിന്റെ അച്ഛൻ വന്ന് കാണുമോ? എന്റെ തന്തക്ക് വിളിച്ചോ? ഞാൻ കഴിഞ്ഞ ദിവസം പൈപ്പിൻ ചോട്ടി വെള്ളം എടുക്കാൻ പോയിന്നപ്പോ സന്ധ്യക്ക് നിങ്ങൾ എന്തായിരുന്നു വീട്ടിൽ കിടന്ന് വെള്ളം വെച്ചത്? അത് പിന്നെ പുഷ്പവാടി സീരിയൽ നടന്നുകൊണ്ടിരിക്കുന്ന പവർ കട്ടായി. പിന്നെ എനിക്ക് ദേഷ്യം വരൂലേ? അവിടെ പൈപ്പിൻ ചോട്ടി കൂടുന്ന വെച്ച പെണ്ണുങ്ങൾ മുഴുവൻ പറഞ്ഞത് ഇത്രയും നല്ല നാന്തര പെങ്കൊച്ചിനെ കൊണ്ടിട്ട് ഒരു പ്രാന്തനെ കൊണ്ട് കെട്ടിച്ചല്ലോ. അയൽപ്പക്കാര് പലതും പറയും, അത് കേട്ട് നീ ഒന്നും പറയാൻ നിൽക്കരുത്, കാരണം ഞാൻ എന്റെ ഭർത്താവാണ്. ഞാനാണ് അവരോട് ആദ്യം പറയാ എന്ത് ഭ്രാന്താണ് അവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്. എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞാ നിങ്ങൾ കെട്ടിയെടുത്ത് കളിയാപ്പിച്ചിട്ട് എനിക്ക് പോകായിരുന്നു. അച്ഛനമ്മയും വരുമ്പോ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നീ പറയുന്നത് മനസ്സിലായോ? പിന്നെ ഈ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ വീടുകളിൽ സർവ്വസാധാരണയാണ്. ഇന്നലെ ഡോക്ടർ എന്താ പറഞ്ഞത്? മന്ദാഗ് എനിക്ക് ഡേറ്റ് ആയി, ഇന്ന് പ്രസവിക്കുന്നു പറഞ്ഞാ നമുക്ക് ആ കൊച്ചിനെ പോയി ഒരു നോക്ക് കണ്ടിട്ട് തിരിച്ചു പോരാടി. ഈ മന്ദാഗിരി എന്ന് പറഞ്ഞോളല്ലേ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഒരു ഗർഭം പേര് പെറാണ്ട് നടക്കുന്നത്. 3 കൊല്ലം എന്നെ കെട്ടിക്കൊണ്ടുവന്നിട്ട് ഇതുവരെ ഞാൻ പറ്റിട്ടില്ല. അതിന് നിങ്ങൾക്ക് ഒരു ദണ്ണമില്ല. എങ്ങനെ പ്രസവിക്കാറ്? ടിവിയുടെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇയാൾ വന്ന് നടന്നു ഉറങ്ങി. അതല്ലേ, ഈ കുട്ടികളില്ലാത്ത കാര്യത്തിൽ നീ വിഷമിക്കേണ്ട കാര്യമില്ല. എന്റെ ചേട്ടാ, എല്ലാരും ചോദിച്ചു തുടങ്ങി നിങ്ങൾക്ക് എന്താ മക്കളുണ്ടാകാത്തേന്ന്. ആണാ? ഞാൻ ഒരു കാര്യം പറയട്ടെ, മന്ദാകിനിയിലെ ഫെർണാണ്ടസിന് കുഞ്ഞുങ്ങളില്ല, പുഷ്പകവാടിയിലെ രമണന് കുഞ്ഞുങ്ങളില്ല, പിന്നെ നമുക്ക് എന്താണ് കുഞ്ഞുങ്ങള്? എന്റെ ജീവിതം ഇങ്ങനെ സീരിയലിന്റെ പൈലറ്റ് എപ്പിസോഡ് പോലെ ഷൂട്ട് ചെയ്തിട്ട് മറ്റേ ടെലികാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കലുണ്ടാവുള്ള അപ്രൂവൽ കിട്ടാണ്ട്. അങ്ങനെ ഞാൻ കരുമട്ടെ, നമുക്ക് ഏതെങ്കിലും സമയം വരുമ്പോൾ സംപ്രേഷണം ചെയ്യാടി. നിങ്ങൾ ഈ സീരിയൽ കാണലൊക്കെ ഒന്ന് നിർത്താൻ എന്നിട്ട് നിങ്ങൾ പണിക്ക് പോ. ഞാൻ എത്ര ദിവസമായി 10 വർഷത്തേക്ക് ജയിലിടാനുള്ള വക ഇപ്പൊ തന്നെ ഉണ്ട്. എല്ലാവരും എല്ലാം അറിയുമായിരിക്കും, എന്നാലും വേണ്ടില്ല. പുഷ്പച്ചി, ഇന്നത്തെ എപ്പിസോഡ് അവിടെ തീരാണോ? അപ്പൊ നാളെ ഒരു കിടലന്റെ എപ്പിസോഡ് ആയിരിക്കും വരാൻ വേണ്ടി പോണ, മനസ്സിലായോ? അതെ, ഞാൻ ഇവിടെ കിടന്ന് എന്തൊക്കെ പറയണ്ട്, നിങ്ങൾ ഇതെല്ലാം കേൾക്കണുണ്ടോ? നീ അതുമല്ലേ കേട്ടാർന്നാ? ജനാർദ്ദനെ ജയിലിൽ കൊണ്ടാക്കാൻ വേണ്ടി പോണു. പാവം എന്റെ സുജാത, ഞാൻ കുട്ടി രക്ഷപ്പെട്ടു. എനിക്ക് അത് ഇത് ശരിയായിട്ടില്ലടി, അത് ശരിയായിട്ട് അത് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ കറക്റ്റ് ആയിരിക്കും. എന്തേലും പറയണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ മലയാളത്തിൽ പറ. നീ എന്റെ അടുത്ത് മനസ്സിലാവുന്ന ഭാഷ സംസാരിക്കുക, അപ്പൊ ഞാൻ തിരിച്ച് മനസ്സിലാവുന്ന ഭാഷയിൽ അങ്ങനെ സംസാരിക്കാം. ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്തിനാണ്? നിങ്ങളുടെ തലക്കകത്ത് ബുദ്ധി ഉണ്ടെങ്കിലല്ലേ മനസ്സിലാവുള്ളൂ. പിന്നെ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവിന്റെ മുഖത്ത് നോക്കി നീ എന്താണ് പറഞ്ഞത്? എനിക്ക് ബുദ്ധിയില്ലെന്ന്, എനിക്ക് വിവരമില്ലെന്ന്, ഞാനിങ്ങനൊരു മണമുടാച്ചനായി പോയല്ലോ. എന്റെ ദൈവമേ, എല്ലാണ്ട പൊട്ട സീരിയല് മുഴുവൻ കണ്ടിട്ട് പെണ്ണുങ്ങളെ പോലെ മോങ്ങണോക്ക്. ഞാൻ ഇല്ലെന്തിരുത്താര് കാണുന്ന കണ്ണോടക്കാൻ നേരെ സന്ധ്യട്ടി തന്തെന്നുള്ള എവിടെ പോയി കിടക്കണേ? ഒന്നെങ്കി ഒന്ന് പോകായിരുന്നു. അതെ, പിന്നെ ദേ കണ്ണോടക്ക് വാ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാൻ നേരം പോയി. എന്താ പറഞ്ഞു? നേരെ സന്ധ്യ നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാൻ. എനിക്ക് അപ്പഴേ അറിയണ്ടത് ഇത് സീരിയലിന്റെ എന്റെ പോലെ തന്നെ ഹാപ്പി എൻഡിങ് ആയിരിക്കും. നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. അതുകൊണ്ടൊന്നല്ല, എനിക്ക് സന്ധ്യക്കൊറ്റക്ക് വീട്ടിൽ പോകാൻ പേടിയിട്ടാ. പിന്നെ നാളെ കാലത്ത് 8 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ നിങ്ങളെ ഇവിടെ കൊണ്ട് നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ കയ്യിലേപ്പിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോകും. അങ്ങനെ നമുക്ക് രാവിലെ 9 മണിക്ക് വന്നാലോ? എന്താ 8 മണിക്ക് വന്നാ കുഴപ്പം? എടി അപ്പഴേ മന്ദാകിനി എപ്പിസോഡ് റീടെലികാസ്റ്റിംഗ് ഉള്ളത്.
എടി എന്റെ മന്ദാകിനി പെറ്റടി.